ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പാവയ്ക്ക തോരനുമായിട്ടാണ്. ഒട്ടും തന്നെ കയ്പൊന്നുമില്ലാതെ ടേസ്റ്റി ആയിട്ട് ഒരു പാവയ്ക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ നമുക്കിനി വീഡിയോ കണ്ട് നോക്കാം. ഞാനിവിടെ 2 പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് നരടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റോളം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാവയ്ക്കയുടെ കയ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പാവയ്ക്കയിലുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ പാവയ്ക്കയുടെ ഗുണങ്ങളോടുകൂടി തന്നെ അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയർ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്നും ഊറി വന്ന ഈ വെള്ളം നല്ലോണം ഒന്ന് പിഴിഞ്ഞ് കളയാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ കയ്പൊക്കെ ഒരുവിധമൊക്കെ മാറിക്കിട്ടും. ഇതേപോലെ ഊറി വന്നേക്കുന്ന എല്ലാ വെള്ളവും നമുക്ക് ഇതിൽ നിന്നും പിഴിഞ്ഞ് കളയാം. ഇതിന് ശേഷം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് കഴുകിയെടുക്കാം. ഇനി പാവയ്ക്കയിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാവയ്ക്കയുടെ കൂടെ ക്യാരറ്റും കൂടി ചേർക്കുമ്പോഴത്തേക്കും അധികം കയ്പ് തോന്നത്തില്ല. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ചെറിയ ഉള്ളി അരിഞ്ഞതും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും സവാളയും ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാവയ്ക്കയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞതാണ്. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാവയ്ക്കയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിക്കാൻ വെക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള പാവയ്ക്ക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഉപ്പിട്ടിട്ട് ഇതിലെ കയ്പ് കളയുന്ന രീതി ഞാൻ കാണിച്ചത് കയ്പോടുകൂടി കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. ഇതേപോലെ ക്യാരറ്റ് ചേർത്തിട്ട് പാവയ്ക്ക തയ്യാറാക്കിയാലും അധികം കയ്പൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് കഴിക്കാനും പറ്റും. അതിൻ്റെ ഗുണങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ ഇനി പാവയ്ക്ക തോരൻ വെക്കുമ്പോഴത്തേക്കും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.